ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചാൽ UDF വലിയ ലീഡില്ലാത്ത മണ്ഡലങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു 110 സീറ്റ് LDF വിജയിച്ച് വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ ഇന്നലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത്. അതിൽ കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റും LDF വിജയിക്കാൻ വേണ്ടി പറ്റും. മിഷൻ 110 എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ഇന്നലത്തെ തീരുമാനം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി അത് ലക്ഷ്യത്തിലെത്തിക്കാനാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ഈ കനകോലൂനിയോ അല്ലെങ്കിൽ അതിലും വലിയ കോലൂനിയോ നോക്കിയിട്ടില്ല. ഞാൻ നാട്ടിലെ ജനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കയർ തൊഴിലാളി, അതുപോലെ ഞാൻ പ്രധാന മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർ, വ്യാപാരികൾ, കർഷകർ, യുവജനങ്ങൾ അവരായിട്ട് സംബന്ധിച്ചിട്ടാണ് മുന്നോട്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. കനകോലും അല്ല ഏത് കോലും ആയാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസാണ് പ്രധാനം. പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇടപെടുന്നു. നമ്മളൊരു ഷോക്ക് കേസിൽ അല്ല ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ചില്ലിൻ്റെ അതല്ല ഞാൻ പറയുന്നത്, ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. നാട്ടിലെ ഞാനിപ്പോൾ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ മനുഷ്യരെ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു, ഞാൻ ഈ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഞ്ഞികുടി മുട്ടിക്കാൻ എന്തായാലും ഞാനില്ല. അദ്ദേഹം ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ റിപ്പോർട്ട് വെച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിൽ ആഗ്രഹമുണ്ടാക്കി അവരിൽ ഭരണത്തിലെത്തുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ഭരണത്തിലെത്തിയാൽ ചെയ്യാൻ പറ്റുന്ന പല സൗഭാഗ്യങ്ങളെക്കുറിച്ച് പഴയ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് പലതും ഓർത്തു പോകുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന പൈസ അവർ കൊടുക്കും. അത് കൊടുക്കാൻ കോടികളുണ്ടാകും. അതിന് മറ്റ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മോശമാക്കി നിങ്ങൾ പറയരുത്. കനകോലുവിനെ കോലു എന്ന് വിളിച്ചെന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് കനകോലു അല്ല ഏത് കോലു വിചാരിച്ചില്ല. അവരവരുടെ കഞ്ഞികൂടി മുട്ടുന്നൊരു പണിക്ക് ഞാനില്ല. അത് അവർ നാളെ പറയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ നാളെ വേറെ ഏതെങ്കിലും മുന്നണിയുടെ സ്ട്രാറ്റജിസ്റ്റായിട്ട് പോവും, കൺസൾട്ടൻ്റായിട്ട് പോവും. അവരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് ചെയ്യുന്നതല്ല. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടാണോ കനകോലു പണിയെടുക്കുന്നത്? അല്ലല്ലോ. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് താഴെത്തട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ്. ഇടതുപക്ഷത്തിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം വരുത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ ഏത് മുന്നണി ആയിക്കോട്ടെ, ആ പ്രവർത്തകരുടെ പ്രവർത്തന അനുഭവത്തിലും വലിയ ഉരുത്തിരിഞ്ഞ് വരുന്ന സ്ട്രാറ്റജിയേക്കാൾ വേറെ എന്ത് സ്ട്രാറ്റജി ഉള്ളത്?